നമസ്കാരം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. നല്ല മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ മഴയത്തൊക്കെ ഇവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ അയച്ചിടുമ്പോഴൊക്കെ നിന്നിട്ട് തലയിലൊക്കെ വെള്ളം ഇറങ്ങി ആകെ പനിയൊക്കെ പിടിച്ച് കുറച്ച് ദിവസം കിടപ്പിലായിരുന്നു. അപ്പോൾ ശബ്ദമൊന്നും ക്ലിയർ ആയിട്ടൊന്നുമില്ല. എന്നാലിപ്പോൾ നമ്മൾ കുറച്ച് ജാക്ക് റസലിൻ്റെയൊക്കെ പപ്പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബീഗ് പെറ്റ്സിലേക്ക് സ്വാഗതം ഉണ്ടോ. നമ്മളെ ഇവിടെ കുറച്ച് ജാക്ക് റസലിൻ്റെ പപ്പീസിനെ കാട്ടിത്തരാം. കൊടുക്കാനുള്ള കുട്ടികളാട്ടോ, നല്ല അടിപൊളി പപ്പീസുകളുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ എടുത്ത് കാട്ടിത്തരാം. അപ്പോൾ ഇതിന് ആൾക്കാരേട്ടാ, ഇതിൽ ഒരെണ്ണം ഫീമെയിലും ബാക്കി രണ്ടെണ്ണം മെയിൽ പപ്പിയാണ് കേട്ടോ. നല്ല വൈറ്റ് കളറിലെ കുട്ടികളാണ്. നമ്മുടെ റുക്കിയുടെ കുട്ടിയാണ് ഇത്. ഫീമെയിൽ വേറെ വീട്ടിലാണ്. ഓൾറെഡി എൻ്റെ അവിടെ ഒന്ന് സ്റ്റഡ് ചെയ്തിട്ട് നമ്മൾ പപ്പീൻ്റെ സ്റ്റഡ് പപ്പി ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ അവിടെ അപ്പോൾ അവർ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവർക്ക് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ ട്രെയിനാക്കി തരാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ്. നല്ല അടിപൊളി കുട്ടികളാണ്, നല്ല അടിപൊളി പപ്പീസുകളാട്ടോ. നല്ല വൈറ്റ് കളർ കൂടി ടൈപ്പാണൊക്കെ. അതിൽ ഈ പൂണ മൂപ്പര് ഫീമെയിലാണെന്നാണ്. ഇവള് ഫീമെയിൽ, ഇവനും ഇതും മെയിലാണ് കേട്ടോ. വേണ്ടല്ല ഉള്ളത് അടിപൊളി പപ്പീസുകളാണ്. റുക്കീരിയാണ് കുട്ടി. നല്ല കോമ്പാക്ട് ടൈപ്പ് പപ്പീസുകളാട്ടോ, നല്ല കോമ്പാക്ട് ടൈപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാട്ടോ. നല്ല വൈറ്റ് കളർ കൂടി ടൈപ്പാണ്. നമ്മുടെ റുക്കി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവൻ്റെ കുട്ടികളുണ്ടോ, ഇവൻ്റെ കളർ കണ്ട, നല്ല വൈറ്റ് കളർ കണ്ട, ഏതാണ്ട് അതേപോലത്തെ കുട്ടികളാണ്. ഇവരൊക്കെ നമ്മുടെ ജാക്രസിലൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല വൈറ്റ് കളർ കൂടി ടൈപ്പ് തന്നെയാണ്. ജോക്കറുടെ ഇവിടെ നടക്കണം. ഇവിടെ അപ്പുറത്ത് ഇവർ രണ്ടുപേരും മാറ്റ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ സില്ലിയും റാണിയും രണ്ടുപേരും മാറ്റ് ചെയ്തിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവരുടെ പോലെയൊക്കെ വരുന്ന കുട്ടികളാട്ടോ. അപ്പോൾ അതെ, ഫുഡ് കിട്ടാനുള്ള തെക്കുന്നരക്കാ. ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ള തെക്കുന്നരക്കണൊക്കെ വേണ്ട. ഇതിങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഡോട്ടുകൾ വരുന്ന ടൈപ്പല്ല കേട്ടോ, പണ്ടത്തെ ടൈപ്പല്ല. നല്ല വൈറ്റ് കളറായിട്ട് വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ നല്ല ഈ ഫീമെയിലൊക്കെ നല്ല സൂപ്പർ പപ്പി കേട്ടോ. നല്ല ബ്രീഡിങ്ങിനൊക്കെ വീട്ടിൽ നിർത്താൻ പറ്റിയ. ഇവിടെ മദറൊക്കെ ഭയങ്കര കോമ്പാക്റ്റാണ് മദറൊക്കെ. അത് കാരണം കുട്ടികൾ നല്ല ചെറിയ പപ്പീസുകളാണ്, അടിപൊളി കുട്ടികളാണ്. അതിൽ ഇതേപോലത്തെ ഒരു മെയിലൂട്ടി നമ്മൾ വീട്ടിൽ മുന്നേ ഇവിടെ ഇട്ടിറങ്ങിയത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീഡിയോ ഞാൻ കാട്ടിത്തരാം. അവൻ്റെ ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ നാളെ കേട്ടാ. നമ്മളിവിടെ അന്ന് നമ്മുടെ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം. അവൻ്റെ വീഡിയോ മുന്നേ ഞാൻ കാട്ടിയിട്ടുണ്ട്. അവൻ നമ്മൾ കൊടുത്തില്ല, ഇവിടെ നിർത്തിയുള്ളതാണ്. ആൾ നല്ല സാറാണ് കണ്ട, അടിപൊളി. ഇത് ഫ്രഞ്ച് ബുൾഡോഗ് പറഞ്ഞ് നമ്മൾ സ്റ്റഡ് പപ്പി എടുത്തതാണ്. ഇത് ഓൾറെഡി കച്ചവടമായ കുട്ടിയാട്ടാ. അവർ ട്രിവാൻഡ്രത്തേക്ക് അവർ കൊണ്ടുപോയിട്ടില്ല. അവരൊരു മാസത്തോളം അവിടെ ബോർഡിങ് ഇട്ടേക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുള്ളവർ. ആൾക്കെന്തോ കുറച്ച് തിരക്കുണ്ട്. ഫീമെയിൽ കുട്ടിയാണ് ഫ്രഞ്ചിൻ്റെ. നമ്മുടെ പഴയ ജാക്ക് റസലിൻ്റെ മെയിൽ കുട്ടി. ആൾ നല്ല ഉഷാറാണ്. അവൻ്റെ അമ്മ ഇതിലുണ്ട്. ഇതേ കിടക്കണം. ഇവളാണ് അവൻ്റെ അമ്മ. ഇവള് പിന്നെ ഇത് ഇപ്പുറത്ത് നിൽക്കണ ഫീമെയിൽ, അതൊരു 5 മാസം ആയതാ. അതിപ്പോൾ സെൻറ്ററിൽ നിൽക്കണമെന്നുണ്ടാ. ആ സെൻറ്ററിൽ നിൽക്കണ ഫീമെയിൽ 5 മാസം ആയതാണ്. അവളെ കൊടുക്കാനുള്ളതാ. അവരുണ്ടെങ്കിൽ കൊടുക്കാം. അടിപൊളി നല്ല ചെറിയ ടൈപ്പാണ്. അതിൻ്റെ വലിപ്പമാണ്. വീഡിയോയിൽ കാണുമ്പോൾ അത് കുറച്ച് വലിപ്പം തോന്നും, പക്ഷെ നേരിട്ട് വന്നാൽ റെഡിക്ക് അറിയാം. നല്ല കോമ്പാക്ട് ടൈപ്പാണ്. 5 മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഫീമെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാതെ നമുക്ക് കൊടുക്കാം. ഏതാണ്ട് ഇതേപോലെയൊക്കെ ആയി വരും കേട്ടോ ആ കുട്ടികൾ. എൻ്റെ കൈ വലുപ്പൊക്കെ കണ്ട, ചെറിയ കയ്യാണ്, ഹൈറ്റ് അധികം വരില്ല. കാണാൻ ഇതിൻ്റെ ഇത് അതിൻ്റെ ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന കുട്ടികളാണ് അവർ. താല്പര്യമുള്ളതാണെങ്കിൽ കോൺടാക്ട് ചെയ്ത സൂപ്പർ പപ്പീസുകൾ. ഇതൊക്കെ വൈറ്റ് കളറൊക്കെ ഇതുപോലെ ഇറങ്ങിയിട്ടുള്ളതൊക്കെ കാട്ടിത്തരാറുണ്ട്. ഇവരുടെ എനർജി കണ്ട, ഇവരുടെ എനർജി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം വളർത്തി കഴിഞ്ഞാൽ അറിയാം ഇവരുടെ ക്യാരക്ടറൊക്കെ. ഭയങ്കര ഹൈപ്പറാണ് അവരിങ്ങനെ. വെറുതെ നിൽക്കുന്ന സ്വഭാവമില്ല, ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കും. സൂപ്പർ ബ്രീഡാട്ടോ. ഇതുപോലെ വൈറ്റ് കളറൊക്കെ ബോഡിയിൽ ഇങ്ങനെ കയറി കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ പപ്പീസൊക്കെ ആണെങ്കിൽ കാണാത്തൊരു ഭംഗി കൂടും. അതാണ് പ്രത്യേകത. ഇതിപ്പോഴേ വൈകിട്ട് വീട് എടുക്കുന്നതേ, ആ നേരത്ത് ഒരുത്തനവിടെ ഒരു പുതിയൊരു മെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനിങ്ങനെ കിടന്ന് ഇങ്ങനെ തൊഴിലേക്കെട്ട് തരുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ കൊണ്ടെന്നുള്ളൊരു മെയിലാണ്. അവനിങ്ങനെ ഇവിടെ നിന്ന് സെറ്റായി വരുന്നുള്ളൂ. സ്റ്റഡ് മെയിലാട്ടോ, അടിപൊളി മെയിലാണ്. ഇന്ന് വല്ലവരുണ്ടെങ്കിൽ കൊടുക്കാട്ടോ. നമുക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യാം. സ്റ്റഡിങ് നിർത്താൻ പറ്റിയ മെയിലാട്ടോ. ഒരു 15 ഇഞ്ച് മെയിലാണ്.
അടിപൊളി ഹെഡ്, അമേരിക്കൻ ടൈപ്പ് ഹെഡൊക്കെയാണ് ഇവൻ്റെ. അപ്പോൾ ഇവനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ ഇവന് പരിചയമില്ല, മിണ്ടാണ്ട് കിണില്ലേ, വെറുതെ കിടന്ന് കുറയ്ക്കാൻ നിൽക്കുക. ഇപ്പോൾ ഇവരൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഡെലിവറിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നവരാട്ടാ. 3 ആളത് എവിടെ ഉണ്ട്, വയറൊക്കെ ഉണ്ട്. അപ്പുറത്തെ ഡെലിവറി റൂമിൽ 2 ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ജാക്ക് റസലിൻ്റെ വീഡിയോ കാണിക്കാനാണ് വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ബീഗിളിൻ്റെയൊക്കെ കുറച്ചൊന്ന് കാട്ടിയിരുന്നത് മാത്രം. അപ്പോൾ ഇവന്മാരെ താല്പര്യം ഉണ്ടെങ്കിലേ കോണ്ടാക്ട് ചെയ്തോ, നമുക്ക് കൊടുക്കാം. അപ്പോൾ വലിയ റേറ്റിലൊന്നും നമ്മൾ പിടിക്കില്ല, അവർക്ക് ആ ഒരു റേഞ്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കൊടുക്കാം, അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ഷിവാവേറെ പപ്പീസുകളൊക്കെ കൊടുക്കാറായി ആവറായിട്ടുണ്ട്, ബുക്കിംഗ് ഒക്കെ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഷിവാവയുടെ പപ്പീസൊക്കെ ഉണ്ടല്ലോ, അവർ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴേക്കേ അപ്പം തുടങ്ങുമ്പോഴേക്കും വരാം. ഷിവാവയുടെ പപ്പീസൊക്കെ ബുക്കിംഗ് എടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് അവരെ വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇവർ തൊഴിൽ തരില്ല, ഓരോരുത്തരും ഇങ്ങനെ കുറച്ച് നിന്നിട്ട്. അപ്പോൾ ജാക്ക് റസലിൻ്റെ പപ്പീസിൻ്റെ താല്പര്യമുള്ളതൊക്കെ കോൺടാക്ട് ചെയ്തോ. സൂപ്പർ പപ്പീസുകൾ, ഇതൊക്കെ പെടപെടാന്ന് പോകുന്ന കുട്ടികളാട്ടോ. താല്പര്യം വേഗം കോൺടാക്ട് ചെയ്തോ. ഓക്കെ.